രേവതിയോട് ഞാനിതെങ്ങനെ പറയും? അവൾ സമ്മതിക്കില്ല. എനിക്കറിഞ്ഞൂടെ അവളെ. അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അരവിന്ദ് നിറഞ്ഞ കണ്ണുകളോട് അമ്മയെ നോക്കി. അല്ല മോനെ, നീ ആര്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. അവൾക്ക് മുന്നിലുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായത്. അവൾക്ക് നമ്മളേ ഉള്ളൂ. നിന്റെ കൂടപ്പിറപ്പ അവള്. അതിലുപരി അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇന്നലെ കയറിയവന്നവരുടെ സന്തോഷമാണെന്ന് എനിക്ക് വലുതെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. തീരുമാനം ഏതായാലും നാളെ രാവിലെ എനിക്കറിയണം. അമ്മ അറുത്തുമുറിച്ച് അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോയതും അയാൾ ഇനി എന്ത് വേണമെന്നറിയാതെ കണ്ണുകൾ കൂമ്പി. ഇരുകണ്ണുകളിൽ നിന്നും ചാലുകൾ തീർത്ത നീർക്കണം നിലത്ത് കിടന്ന കുഞ്ഞുടുപ്പിന് ഉമ്മ വെച്ച്. രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ രേവതി പറഞ്ഞതാണ് മോനൊരു കെട്ടുടുപ്പ് വാങ്ങണമെന്ന്. എല്ലാം മുഷിഞ്ഞ് മഴയായതുകൊണ്ട് ഉണക്കിയിടാൻ പെടാപ്പാട് പെടണം. മാറ്റിയെടുക്കാൻ ഒന്നെങ്കിലും വാങ്ങണേന്ന്. ഇടവപ്പാതി മുറതെറ്റാതെ പതിക്കുന്നുണ്ട്. മനസ്സിലും അതേ മഴയിരമ്പം. അയാൾ നിലത്ത് വീണു പോയിരുന്ന കുഞ്ഞുടുപ്പ് കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു. പെറ്റിയടക്കുന്ന പെണ്ണിനരികെ പുരുഷന് പ്രവേശനമില്ല. അയാൾ ആ കുഞ്ഞുടുപ്പുമായി വാതിൽക്കൽ നിന്നു. അകത്ത് കുഞ്ഞിനെ മുലയൂട്ടുന്ന രേവതിയെ കണ്ടപ്പോൾ മനസ്സ് വീണ്ടും നീറുകയാണ്. പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ 17 ദിനങ്ങൾ. അതിന്റെ വിശ്രമം പോലും തികയുന്നതിന് മുമ്പ്. അരവിന്ദ് എന്ത് വേണമെന്നറിയാൻ നിന്നു. പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞുമായി എഴുന്നേറ്റ രേവതി അയാളെ കണ്ടിരിക്കുന്നു. അവൾ നാണത്തോടെ നഗ്നമായ മാറിടം മറച്ചുകൊണ്ട് പറഞ്ഞു, അരവിന്ദേട്ടൻ എപ്പോ വന്നു? ഞാൻ കണ്ടുകൂടിയില്ല. നിഷ്കളങ്കമായ ചിരി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. ആ ചിരി ഒന്ന് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവന്നതും. അന്നും ഇതുപോലൊരു ഇടവപ്പാതിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം. ഇലത്തുമ്പിലെ മഴത്തുള്ളിയെ സൂര്യരശ്മികൾ മുത്തമിടുന്ന ഒരു പ്രഭാതം. എന്നത്തെയും പോലെ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകും വഴി അന്ന് അവളായിരുന്നു കണി. നിറച്ചിരിയോടെ അമ്പലമുറ്റത്ത് ആൾത്തറയിൽ നിൽക്കുന്ന പാവാടക്കാരി. ആ കാഴ്ച പിന്നീടുള്ള ദിവസങ്ങളിലും പതിവായപ്പോൾ ആ നിറച്ചിരി സ്വന്തമാക്കാനൊരു മോഹം. അന്വേഷിച്ചപ്പോൾ ആരുമില്ലാത്ത അനാഥ കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ കൂടെ കൂട്ടാനുള്ള മോഹം കൂടിയതേയുള്ളൂ. ബാലികാസദനത്തിലെ അമ്മയെ കണ്ട് ഇഷ്ടം പറഞ്ഞു. വീട്ടുകാരുമായി വരാനായിരുന്നു മറുപടി. ആ ഒരു കടമ്പയാണ് അരവിന്ദിനെ നീ ധർമ്മസങ്കടത്തിൽ എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. സന്താനഭാഗ്യം ഉണ്ടാവില്ലാത്ത പെങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാവുന്ന ആദ്യ കുട്ടിയെ കൊടുക്കണം. എവിടെയും കേട്ടിട്ടില്ലാത്തൊരു നിബന്ധന. അതും പേറ്റു നോവറിഞ്ഞ പെറ്റമ്മയിൽ നിന്ന്. കേട്ടപ്പോൾ ഞെട്ടിത്തെരിച്ചെങ്കിലും അർത്ഥസമ്മതം മൂളി വിവാഹം നടത്തി. മധുവിധുവിന്റെ മധുരം ആസ്വദിച്ച് തുടങ്ങിയപ്പോഴേക്ക് അതിഥിയുടെ വരവും അറിയിച്ച് കഴിഞ്ഞു. തെളിഞ്ഞ മാനം പോലെ നിന്നിരുന്ന മനസ്സ് മേഘാവൃതമാവാൻ പിന്നൊട്ടും താമസമില്ലായിരുന്നു. അമ്മ നൽകിയ മാതൃസ്വപ്നങ്ങളിൽ മതിമറന്ന് പെങ്ങൾ തൊഴുകയോടെ മുമ്പിൽ. ഒന്നുമറിയാതെ എല്ലാവരുടെയും സ്നേഹം പറ്റി രേവതിയുടെ ഗർഭകാലവും കഴിഞ്ഞു. പ്രസവിച്ച് 17 നാൾ. ഈ 17-ാം നാൾ അന്യനെ പോലെ അവളുടെ വാതിൽക്കൽ നിൽക്കുകയാണ് അയാൾ. സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെട്ടവനെ പോലെ. എന്താ ഏട്ടാ, എന്തുപറ്റി? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. വല്ലായി വല്ലതും ഉണ്ടോ? രേവതിയുടെ ഉത്കണ്ഠയോടെയുള്ള സ്വരമാണ് അരവിന്ദിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അപ്പോഴേക്ക് അവൾ കുഞ്ഞിനെ പായിൽ കിടത്തി അയാളുടെ അരികിലെത്തിയിരുന്നു. കുനിഞ്ഞ ശിരസോടെ നിൽക്കുന്ന അരവിന്ദനെ അവൾ സംശയത്തോടെ നോക്കി. പിന്നെ അയാളുടെ മുഖം വലം കൈയാൽ ഉയർത്തി ആ മിഴികളിലേക്ക് മിഴികൾ ഊന്നി ചോദിച്ചു, എന്തുപറ്റി എൻ്റെ അരവിന്ദേട്ടന്? എന്നോട് പറയാൻ പറ്റാത്തായിട്ട് ഈ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ? പുഞ്ചിരിയോടെ നിസ്സാരമായിട്ടാണ് അവൾ ചോദിച്ചെങ്കിലും കൊണ്ടത് അയാളുടെ മനസ്സിലായിരുന്നു. രേവതിയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അയാൾ കണ്ണുകൾ നിലത്തേക്ക് ഊന്നി. അതുവരെ പുഞ്ചിരി തൂകിയുന്ന രേവതിയുടെ മുഖത്ത് ഉത്കണ്ഠ നിറഞ്ഞു. അവളെ അയാളുടെ കൈ തന്റെ കൈക്കുള്ളിലാക്കി ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ഏട്ടന്റെ മുഖം കണ്ടാലറിയാം മനസ്സിന് താങ്ങാനാവാത്ത അത്രയും വലുതെന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്താ ഏട്ടാ ഏട്ടന്റെ രേവിനോട് പറയാൻ പറ്റാത്തത്ര വലിയ കാര്യം? ഒന്നുമില്ല രേവു, നിനക്ക് തോന്നുന്നതാ. എൻ്റെ മോനൊരു കുറവും കൂടാത്തന്ന് നിന്നെ കഴിഞ്ഞല്ലേ എനിക്ക് എന്തുള്ളൂ. അത് ചുമ്മാ വെറുതെ പറഞ്ഞാലും കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അവൾ കുറുമ്പോടുകൂടി അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എഴുന്നേറ്റിട്ടില്ല. അതിനു മുമ്പ് ആണുങ്ങളുടെ ചൂടില്ലാതെ പറ്റാതായോ? കഷ്ടം. രണ്ടും നാണം കെടുത്തുമല്ലോ. പെട്ടെന്ന് റൂമിലേക്ക് വന്ന അമ്മ അവരെ കണ്ടതും മുറുമുറുപ്പോടെ വിളിച്ചു പറഞ്ഞു. ഞെട്ടിലോടെ ആ നെഞ്ചിൽ നിന്ന് നടന്നു മാറിയ രേവതി തലതാഴ്ത്തി ഇറങ്ങിപ്പോകുന്ന അരവിന്ദനെ വിങ്ങലോടെ നോക്കി നിന്നു. കെട്ടിക്കയറി വന്ന അന്ന് മുതൽ അമ്മ ഇങ്ങനെയാണ്. രേവതിയെ കുത്തി നോവിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാറില്ലായിരുന്നു. അവൾക്കത് പ്രശ്നമല്ലായിരുന്നെങ്കിലും അപ്പോഴെല്ലാം കുനിഞ്ഞ ശിരസോടെ നടന്നകിടുന്ന അരവിന്ദൻ അവൾക്കൊരു നോവ് തന്നെയായിരുന്നു. അവൾ നിറഞ്ഞൊഴിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് കുഞ്ഞിനരിയിലായിരുന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞ പോലെ കുറുമ്പനൊന്ന് ഇളകിക്കിടന്നു. രേവതി മകന്റെ കുഞ്ഞുമുഖത്ത് വാത്സല്യത്തോടെ തഴുകി അവനരികിലായി കിടന്നു. ആ കിടപ്പിലെപ്പോഴോ ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോൾ അരികിൽ കുഞ്ഞില്ല. പിടഞ്ഞെഴുന്നേറ്റവൾ അമ്മക്കരികിലേക്ക് ഓടി. അമ്മേ, മോൻ! മോൻ ആര്യയുടെ അരികിലുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അവളുടെ മുറിയിലേക്ക് ഓടുകയായിരുന്നു. ആ വെപ്രാളം കണ്ടിട്ടാവണം അമ്മയെ എഴുന്നേറ്റ് പുറകെ വരുന്ന കണ്ടു. റൂമിലെത്തി നോക്കിയപ്പോൾ അവിടെ ആര്യയും മോനെയും കാണാനില്ല. അവൾ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയി? ഇനി അടുക്കളയിലെ മുറ്റത്ത് കറങ്ങിയടപ്പുണ്ടാവോ?
പതിയെ പിന്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് അമ്മയത് പറഞ്ഞത്. നോക്കേണ്ട, അവള് വീട്ടിൽ പോയി. അപ്പൊ മോനോ? അമ്മയില് പറഞ്ഞ് അവൻ ആരുടെ കയ്യിലുണ്ടെന്ന്. നടുക്കത്തോടു കൂടിയാണ് അവളത് ചോദിച്ചത്. അവള് പോയപ്പോ മോനെയും കൊണ്ടുപോയി. എന്നാലും കൊണ്ടുപോയേണ്ടതല്ലേ? നിസ്സാര കാര്യം പോലെ അവർ പുറത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ അമ്മേ അമ്മ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ ആരോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്? അമ്മയോടെ ചോദിച്ച്. എന്തു പറയാൻ, നിന്നെ കെട്ടിയെടുത്ത് തന്നെ ഈ ഒരു ലാഭത്തിന് വേണ്ടിയാ. അമ്മേ! എരിയുന്ന കണ്ണുകളോടെ രേവതി അവർക്ക് നേരെ അടുത്തു. അമ്മേ, അമ്മ എന്താ ഇപ്പൊ പറഞ്ഞതെന്ന് വല്ല വകതിരിവുണ്ടോ? പെറ്റ വയറല്ലേ അമ്മയുടെ, ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലേ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ, എന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ എന്താ അവകാശം അമ്മയ്ക്കുള്ളത്? നീ എന്നെ ഭരിക്കാൻ വരുന്നോ? ഞാൻ ആരാണെന്ന് എനിക്കറിയാലോ. എന്റെ മുഖത്തൊക്കെ എന്നെ എതിർത്ത് സംസാരിക്കാൻ നീ ആരാടി? പല്ലവന്റെയും തെണ്ടി തിന്ന് ജീവിച്ചവൾക്ക് ഇവിടെ വന്ന് മെയ്യനങ്ങാത്ത് നിന്ന് എല്ലിന്റെ അടി കയറിയപ്പോ നാവിന് നീളം വെച്ചോ? മാറി നിക്കടി എണ്ണം കിട്ടതേ. തന്റെ നേർക്കടുത്തേക്ക് വരുന്ന രേവതിയെ പുറം കൈകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടവർ ആരോടൊന്നില്ലാതെ പുലമ്പി. മനുഷ്യത്വമില്ലാത്ത അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ രേവതി ഉമ്മറത്തേക്ക് കുതിച്ചു. എവിടേക്ക് അടി ഓടുന്ന്? ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ തടിക്കൊന്ന് കളഞ്ഞ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഈ വിലാസിനിയുടെ തനിക്കോണം കാണിപ്പിക്കരുത്. അവരത്രയും പറഞ്ഞ് രേവതി അവളുടെ മുടിക്കുതിൽ പിടിച്ച് അകത്തേക്ക് തള്ളി. നിലകിട്ടാതെ അവൾ നിലത്തേക്ക് വീഴുമ്പോൾ ചുരന്നു നിന്നിരുന്ന മാറിടത്തിലെ നനവ് തറയിലേക്കും പടർന്നു. കല്ലീച്ച മാറിടത്തിന്റെ വേദന അധികരിച്ചുകൊണ്ടിരുന്നു. നിലത്തെ വെറും തറയിൽ നിന്നും നെഞ്ചും വയറും താങ്ങി പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ പറഞ്ഞു. അമ്മേ, എന്റെ മോന് വിശക്കുന്നുണ്ടാവും. അവൻ കരയാവും. എന്നെ കാണാതെ, എന്റെ സാമീപ്യം അറിയാതെ അവൻ പേടിച്ചിട്ടുണ്ടാവും അമ്മേ. ശരീരവേദനയേക്കാൾ ആ നിമിഷം അവളെ തളർത്തിയത് മനോവേദനയായിരുന്നു. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവൾ തളർന്ന് നിലത്തേക്ക് തന്നെ വീണു. നിലത്ത് കിടന്ന് പുഴുവിനെ പോലെ ഞുളഞ്ഞുകൊണ്ട് അലറിക്കറിയുന്ന രേവതിയെ നോക്കി കാർക്കിച്ച് തുപ്പിക്കൊണ്ട് വിലാസിനിയമ്മ തന്റെ മുറിയിലേക്ക് നടന്നു. പെറ്റിട്ട് ദിവസങ്ങൾ മാത്രമായ പെണ്ണ് ആ തറയിൽ കിടന്ന് പുളയുമ്പോൾ അവർ തന്റെ കണക്കൂട്ടലുകൾക്ക് അതുപോലെ തന്നെ നടന്നു എന്ന സമാധാനത്തിൽ മയങ്ങുകയായിരുന്നു. രേവതി പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റു. പ്രസവശേഷമുള്ള ബ്ലീഡിംഗ് ഇതുവരെ നിന്നിട്ടില്ല. അടിവയറ്റിൽ വേദന എടുക്കുന്നു. അവൾ വേച്ച് പുറത്തേക്ക് നടന്നു. അരവിന്ദൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയുകയായിരുന്നു ലക്ഷ്യം. മോനുണ്ടായതിനു ശേഷം ഏട്ടനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അമ്മ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ പുറത്തു പോകുന്നോ വരുന്നോ ഒന്നും തന്നെ അറിയാൻ കഴിയുന്നില്ല. ഉമ്മറപ്പടിയിലോ തൊടിയിലോ ഒന്നും തന്നെ ഏട്ടനെ കാണുന്നില്ല. മനസ്സ് തെറ്റിയവളെ പോലെ രേവതി മൺപാതയിലൂടെ റോഡിലേക്ക് ഇറങ്ങി. ഒറ്റവിളിയിൽ നടുക്കത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. പൂമുഖപ്പടിയിൽ നിന്ന് അമ്മയാണ് വിളിച്ചത്. ഈശ്വര, അമ്മ! പേടികൊണ്ട് അവളുടെ ഉള്ളുപോലും വിറച്ചു. രൂക്ഷമായി നോക്കിക്കൊണ്ടവർ തൻ്റെ അടുത്തേക്ക് വരികയാണ്. മഴ പെയ്തതിനാൽ മുറ്റമൊക്കെ മണ്ണും ചെളിയുമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഓരോ ചൂടും വെച്ചവർ അവൾക്ക് അരികിലെത്തി. എങ്ങോട്ടേക്കാടി ഈ കയറും പൊട്ടിച്ച് ഓടുന്നു? നിന്റെ മോന് വേണ്ടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മോളുടെ ജീവൻ തീർക്കാൻ ഒരു വിളയും ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെച്ചാ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. നീയൊക്കെ ചത്ത ഒരു കൊടിച്ചിപ്പട്ടി ചത്തു, അത്ര വിലയെ കാണും. തൊടിയിലേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ടവർ രേവതിയുടെ അഴിഞ്ഞൊളിഞ്ഞു കിടന്ന മുടിയിൽ കടന്നു പിടിച്ചു. വാടി ഇവിടെ, ഈ പാടി കടന്ന് ഈ പുറത്തേക്ക് ഇറങ്ങിയാറുണ്ടല്ലോ. ആക്രോശിച്ചുകൊണ്ട് രേവതിയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് റൂമിനകത്തേക്ക് തള്ളി. നിലവിളിയോടുകൂടി അവൾ നിലത്തേക്ക് വീഴുന്ന കണ്ടിട്ടും കാണാത്ത പോലെ അവർ പിന്തിരിഞ്ഞിറങ്ങി റൂം പൂട്ടി ചാവി തന്റെ മടിക്കുത്തിൽ തിരികെ വെച്ചു. തിടുക്കത്തിൽ ഉമ്മർത്ത് വന്ന് പുറത്തേക്ക് നോക്കി. അയൽക്കാരോ വഴിപോക്കരാരെങ്കിലും കണ്ടോ എന്നൊരു ഭയം വിലാസിനി അമ്മക്കുള്ളിൽ പുകഞ്ഞിരുന്നു. ആരുമില്ല എന്നത് അവർക്ക് ആശ്വാസമേകി. അമ്മേ, ഞാൻ അമ്മയുടെ കാല് പിടിക്കുക. എനിക്കെന്റെ മോനെ തന്നാ മതി. ഞാൻ അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അമ്മേ. എന്റെ മോനെ കാണാണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ അമ്മേ. അവന് വിശക്കുന്നുണ്ടാവും അമ്മേ. കുപ്പിപ്പാൽ കുടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. ആരും അതെങ്ങാനും കൊടുത്തു എന്റെ കുഞ്ഞിന് വയറ് വേദനിച്ചാലോ. ആർത്ത് കരഞ്ഞുകൊണ്ട് രേവതി തന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലിന് മുമ്പിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. നനഞ്ഞ മാറി വിങ്ങിയ മനസ്സുമായവൾ അലറിക്കരഞ്ഞു. പതുക്കെ പതുക്കെ അവളുടെ കരച്ചിൽ തേങ്ങയിലേക്കും പിന്നീട് അത് ചെറിയൊരു ഞെരുക്കത്തിലേക്കും പരിണമിച്ചു. അകത്തുനിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും വിലാസിനിയമ്മ പതിയെ വാതിൽക്കൽ നിന്നും പിന്തിരിഞ്ഞു. മുന്നോട്ടെടുത്തു വെച്ച കാല് ഒരു ഞെട്ടിലോടെ പിൻവലിച്ചുകൊണ്ടവർ തനിക്ക് മുമ്പിൽ നിൽക്കുന്നയാളെ നോക്കി. അരവിന്ദൻ! നടുക്കത്തോടെ അവർ മകന്റെ പേരൂരി വിട്ടു. തനിക്കരികിലേക്ക് ഉറച്ച കാൽവെപ്പോടെ നടന്നെടുക്കുന്ന അരവിന്ദനെ അവർ ഭീതിയോടെ നോക്കി. തന്നെ മറികടന്ന് വാതിൽക്കിലേക്ക് തിരിഞ്ഞ മകനെ ഞൊടിയിടയിൽ തടഞ്ഞുകൊണ്ട് വിലാസിനിയമ്മ പറഞ്ഞു. വേണ്ട, കഥക് തുറന്ന എല്ലാ പദ്ധതികളും താറുമാറാവും. തിരിഞ്ഞു ദഹിപ്പിക്കുന്ന ഒരു നോട്ടം മാത്രമായിരുന്നു മറുപടി. അരവിന്ദന്റെ പെട്ടെന്നുള്ള മാറ്റം അവരിൽ വീണ്ടും ഭീതി നിറച്ചു. ഇനിയൊന്നും തന്നെ കൊണ്ട് ചെയ്യാനാവില്ലെന്നുള്ള തോന്നൽ ആ സ്ത്രീയിൽ അപമാനവും അതിലുപരി ദേഷ്യവും നിറച്ചു. പകയോടെ അവർ അടഞ്ഞെടുക്കുന്ന കഥയിൽ മുഷ്ടിയിട്ട് ഇടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്റെ വയറ്റി കുരുത്താണെങ്കിൽ ഈ കഥക് തുറക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല.
അവളിവിടെ കിടന്ന് ചത്താലും വേണ്ടില്ല. എനിക്ക് എന്റെ മോളുടെ ജീവിതം വലുത്. അവൾക്ക് ഞാൻ വാക്ക് കൊടുത്താ നിന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാന്ന്. ഈ വിലാസിനിക്ക് ഒരു വാക്കേ ഉള്ളൂ, എന്റെ ശ്വാസം നിലച്ചിട്ടല്ലാതെ അത് തിരുത്താൻ നിന്റെ മോൻ വിചാരിക്കണ്ട. അമ്മേ! ആ വിളി കേട്ടതും ഞെട്ടിപ്പിടഞ്ഞവർ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. കുഞ്ഞിനെയും കയ്യിലേന്തി പൂമുഖത്തേക്ക് കയറി വരുന്ന ആര്യയെ കണ്ടവർ അമ്പരന്ന് പോയി. ഇനി എന്ത് ചെയ്യും? വാക്കുകൾ കിട്ടാത്തവർക്ക് തൊണ്ട വരണ്ടു. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അരവിന്ദന്റെ സ്വരം നിശബ്ദതയെ ഭേദിച്ച് കടന്നു വന്നു. അയാൾ ആദ്യമായി തന്റെ അമ്മയോട് ശബ്ദമുയർത്തി സംസാരിച്ചു. അമ്മയെന്താ എന്നോട് പറഞ്ഞു? ആര്യയ്ക്ക് വേണ്ടിയാണെന്നോ? അത് പച്ച കള്ളം. അമ്മയ്ക്ക് നോട്ട അളിയന്റെ സ്വത്തുവകളിൽ മാത്രമാ. ഒറ്റമകനായവരുടെ സ്വത്തുക്കള് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത ആര്യക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന പേടിയല്ലേ അമ്മയുടെ മനസ്സേറെ? ആ ചിന്തയല്ലേ എന്റെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കുന്നതിലൂടെ ആ സ്വത്ത് മുഴുവൻ എന്റെ കുഞ്ഞിലേക്ക് വന്നു ചേരുന്ന ദുർമോഹം. കഷ്ടം തന്നെ അമ്മേ. പണമാണ് വലുതെന്ന് അമ്മ ചിന്തിച്ചപ്പോ ആ റൂമിനകത്ത് കിടക്കുന്ന അമ്മയെപ്പോൾ തന്നെ നൊന്തുപറ്റൊരു അമ്മയാണെന്നും അതും ഒരു ജീവനാണെന്നും ചിന്തിച്ചില്ലല്ലോ. ആര്യയേക്കാൾ അമ്മയുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും കൂടാൻ നടത്തി തന്നവളല്ലേ രേവതി. സ്വന്തം അമ്മയെപ്പോലെയുള്ള അമ്മയെ സ്നേഹിച്ചപ്പോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു യന്ത്രമായിട്ട് മാത്രം അമ്മ അവളെ കണ്ടു. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു? സ്നേഹനിധിയായ ഒരു അമ്മ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. മകളുടെ ജീവിതോർത്ത് നീറുന്ന ഒരമ്മ. എന്നാ ഇന്ന് അളിയൻ എന്നെ തേടി വന്നു. ആര്യ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എൻ്റെ കണ്ണിൽ പോലും ഇട്ടായിരുന്ന പോലെയാ തോന്നിയത്. എൻ്റെ കുഞ്ഞ്, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വരദാനം. ആ കുഞ്ഞിനെ അമ്മയൊരു വിൽപ്പന ചരക്കായിട്ടാ കണ്ടെന്ന് അളിയൻ എന്നോട് പറഞ്ഞു. അമ്മക്കറിയാവുന്നല്ലേ ആര്യക്കൽ അളിയനാണ് കുഴപ്പമെന്ന്. ആ വീട്ടുകാരൊരിക്കലും അവളെ പറഞ്ഞു വിടില്ലാന്നു. എന്നിട്ടും അമ്മ. അരവിന്ദൻ വാക്കുകൾ കിട്ടാതെ പറഞ്ഞു വന്ന് നിർത്തി. കണ്ണുകൾ അടച്ച് നിന്നു. വീണ്ടും മിഴികൾ തുറക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. മനസ്സിന്റെ വേദന വാക്കുകളിൽ അലിഞ്ഞു ചേർന്നാണ് പിന്നെ പുറത്തേക്ക് വന്ന് ഇടറിയ ശബ്ദത്തോടെ അവൻ തുടർന്നു. അമ്മ ഇത്രയ്ക്ക് ക്രൂരായതെന്നാ അമ്മ? കുട്ടികളില്ലാത്ത ദത്തെടുക്കുന്നൊക്കെ ഇത്ര ഹീനായിട്ട് കാണാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? ആര്യ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചപ്പോ അമ്മ എന്തു പറഞ്ഞാ അവളതിൽ നിന്ന് പിന്തിരിപ്പിച്ച്? പിഴച്ച സന്തതികളുമല്ലോ വളർന്നു വരുമ്പോൾ അവരവരുടെ തനി സ്വഭാവം പുറത്തു കാട്ടുന്നു. കള്ളന്റെയോ കൊലപാതകിയുടെ മകനാണെങ്കിൽ അവളെ ഈ അളിയനെയും കൊന്ന് സ്വത്തായിട്ട് കടന്നു കളയും. വല്ല സ്ത്രീലമ്പണ്ട കുഞ്ഞാണെങ്കിൽ അവളെ പറഞ്ഞു വന്ന് നിർത്തിക്കൊണ്ട് അവൻ അമ്മയെ നോക്കി. തന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അയാളിൽ നോവ് നിറഞ്ഞു. അമ്മ ആര്യക്ക് 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചതാ. അന്ന് മുതൽ അമ്മയുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പാ തന്റെ അനിയത്തിയുടെയും ജീവിതം തന്നെ. അമ്മയെ കണ്ടു വളർന്ന ഞങ്ങളെന്ന് അഭിമാനത്തോടെയാ ഈ അമ്മയുടെ മക്കളെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോ ആ അമ്മയാ ഇപ്പൊ പരാജയപ്പെട്ടവളെ പോലെ തലവുമ്പിട്ട് നിൽക്കുന്നു. അമ്മയിൽ നിന്ന് മറുപടിയൊന്നും കിട്ടിയെന്ന് മനസ്സിലായ അരവിന്ദൻ അവർക്ക് നേരെ തന്റെ വലതുകരം നീട്ടി. അനുസരണയോടെ മടിക്കത്തിൽ നിന്ന് ചാവിയെടുത്തിരുമ്പോൾ ആ കൈകൾ നന്നേ വിറക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് അമ്മയെ അവഗണിച്ച് വാതിൽ തുറക്കുമ്പോൾ മനസ്സാകെ ഭീതിയുടെ ഇരുൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. രേവതിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന പേടി അരവിന്ദന്റെ ഹൃദയമിടിപ്പിനെ പോലും തടഞ്ഞു നിർത്തി. കതക് തുറന്നിരുതിയിൽ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ കണ്ടു നിലത്ത് ബോധം മറിഞ്ഞു കിടക്കുന്ന രേവതിയെ. ഓടിച്ചെന്നവളെ തന്നോട് ചേർത്തവൻ വിതുമ്പിപ്പോയി. തളർന്നു കിടക്കുന്നവളുടെ കവിൾ തടങ്ങൾ അപ്പോഴും നനവൂറി നിന്നിരുന്നു. ഇരു കൈകളിലും കോരി നെഞ്ചോട് ചേർത്തവൻ നിവരുമ്പോൾ അവളുടെ മാറിടത്തിലെ നനവ് തന്റെ നെഞ്ചിലേക്ക് പടരുന്നത് ഒരു വിങ്ങലോടെ അവൻ തിരിച്ചറിഞ്ഞു. കട്ടിൽ കിടത്തി മൃദുവായ ആ കവിൾ തടലിൽ തട്ടിക്കൊണ്ടവൻ വിളിച്ചു. മോളെ കണ്ണുറക്ക്, നിന്റെ അരവിന്ദനെ വിളിക്കുന്നത്. ഹൃദയം പൊട്ടുന്ന വേദനയോടെയുള്ള അവന്റെ വിളി കേട്ടാൽ കണ്ടു നിൽക്കുന്നവന്റെ കണ്ണുപോലും നിറഞ്ഞു പോകും. എത്ര വിളിച്ചിട്ടൊന്നും ഞരങ്ങ പോലും ചെയ്യാതെ രേവതി അരവിന്ദനെ കൂടുതൽ ഭയചകിതനാക്കി. പെട്ടെന്നാണ് ആര്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയത്. പാട്ടുപാടിയും മൂളിക്കൊടുത്തും കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ ആവത് ശ്രമിച്ചെങ്കിലും കുട്ടി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. അരവിന്ദനെ മാറോടിട്ടി കിടന്നിരുന്ന രേവതിയിൽ കുഞ്ഞിന്റെ ശബ്ദം ചെറു ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ടവൾ കുഞ്ഞിനെ ആര്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി മാറോട് ചേർത്തു. ഇതുവരെ ശ്വാസം നിലച്ചു പോയിരുന്നവളെ പോലെ വെപ്രാളപ്പെട്ട് കട്ടിലേക്കിരുന്ന് തന്റെ പൊന്നോമനയുടെ കുഞ്ഞുമേനയിൽ മുത്തം ചൊരിഞ്ഞു. കുറച്ചു നേരത്തെ ഭ്രാന്തമായ ചെയ്തികൾക്ക് ശേഷം കുഞ്ഞിനായി അമൃതയേകുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നീർമുത്ത് പൊഴിച്ചുകൊണ്ടിരുന്നു. അതുവരെ ഒന്നും മിണ്ടാതെ ശില പോലെ നിന്നിരുന്ന വിലാസിനിയമ്മ പതിയെ ഓരോ കാലടികൾ വെച്ച് രേവതിക്കരികിലെത്തി അവളുടെ കാൽ ചുവട്ടിലേക്കിരുന്നു. ഇനി എന്ത് ചെയ്യാനുള്ള പുറപ്പാടിലാണമ്മ എന്ന ചിന്തയിൽ നിന്ന് അരവിന്ദനും ആര്യയും ആ കാഴ്ച കണ്ട് ഞെട്ടി. അവളുടെ കാൽപാദങ്ങളിലേക്ക് നീണ്ട വിലാസിനിയമ്മയുടെ കൈകളെ തടഞ്ഞുകൊണ്ട് അരവിന്ദൻ ഓടിയെത്തി. നിലത്തിരുന്ന അമ്മയെ പിടിച്ചിരുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ ഇരുവരും കരഞ്ഞിരുന്നു. അമ്മയുടെ കണ്ണുകളിൽ നീർമുത്ത് തുടച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്കിപ്പോൾ ചെയ്ത തെറ്റിൻ്റെ വില എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. സമ്പത്തോ പണമൊന്നുമല്ല വലുത്. പരസ്പരം സ്നേഹത്തോടെ ഉള്ളുകൊണ്ട് സന്തോഷത്തോടെ കഴിയണം. ഇത് ഞാൻ അമ്മയ്ക്കല്ല, അമ്മ എനിക്ക് പണ്ട് പറഞ്ഞു തന്നാ. പക്ഷേ അത് അമ്മ ഇടയ്ക്കൊന്ന് മറന്നെന്ന് മാത്രം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്. അത് നമ്മുടെ കുഞ്ഞായാലും ആരുമില്ലാത്ത അനാഥ കുഞ്ഞായാലും ഒരുപോലെയാണ്. അവരനാഥരായി പോയത് അവരുടെ തെറ്റല്ല. ഈ സമൂഹം
അതായത് നമ്മളാവുന്ന സമൂഹം അവർ അനാഥരാക്കി തീർത്തതാ. അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാം അതിന് ഉത്തരവാദികളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ അമ്മക്ക് പറഞ്ഞു തരേണ്ടില്ലല്ലോ. എന്തായാലും ഇനി അമ്മ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അമ്മയത് പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താണെന്നുള്ള ഭാഗത്തിൽ തന്നെ നോക്കുന്ന അമ്മയ്ക്ക് പുഞ്ചിരിയായിക്കൊണ്ട് അവൻ പറഞ്ഞു, ആര്യയുടെ കുഞ്ഞിനൊരു പേരിടണം. അമ്മ ഇട്ടാൽ മതിയെന്ന് അളിയനും പറയുന്നത്. അല്ലേ അളിയാ? പുറത്തേക്ക് നോക്കി അരവിന്ദനായി ചോദിക്കുമ്പോഴാണ് ഒരു കൈക്കുഞ്ഞുമായി മുറ്റത്തിരിക്കുന്ന സന്ദീപിനെ അവർ കണ്ടത്. 1 വയസ്സോളം പ്രായമായ ഒരു പെൺകുഞ്ഞുമായ ഒരു വിലാസിനി അമ്മക്കരിയിലേക്ക് വന്നു. നിറച്ചിരിയോടെ ആ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ അവരുടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെ സുന്ദരമായിരുന്നു. അപ്പോഴും രേവതിയും കുഞ്ഞും മറ്റൊരു ലോകത്തായിരുന്നു. അവർ തന്നെ തീർത്ത അവരുടെ ലോകത്ത്, അമ്മയും കുഞ്ഞും മാത്രമുള്ള ലോകത്ത്.